അപ്പോൾ വിദ്യാർത്ഥികൾക്കായിട്ട് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് മത്സരം നടക്കുന്നത് ജൂൺ 8-ാം തീയതി ഞായറാഴ്ച രാത്രി 7 മണിക്ക് ആയിരിക്കും. കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്ക് വഴി ക്വിസ് മത്സരത്തിൽ പ്രവേശിക്കാവുന്നതാണ്. പക്ഷേ ലിങ്ക് ഓപ്പൺ ആവുന്നത് ഈ പറഞ്ഞ ജൂൺ 8-ാം തീയതി രാത്രി കൃത്യം 7 മണിക്ക് ആയിരിക്കും. 15 ചോദ്യങ്ങളായിരിക്കും ക്വിസ് മത്സരത്തിന് ഉണ്ടാവുക. 15 മാർക്കുമായിരിക്കും. ഏറ്റവും വേഗത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം അറിയിക്കാൻ ശ്രദ്ധിക്കുക. വിജയികൾക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളോ ക്യാഷ് പ്രൈസോ ഉണ്ടായിരിക്കുന്നതാണ്. ടെക്സ് ആൻഡ് ക്വിസ് 2025 അപ്ലോഡ് ചെയ്യുന്ന പരിസ്ഥിതി ദിന ക്വിസ് വീഡിയോയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും മത്സരത്തിന് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നന്നായിട്ട് പഠിക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഇത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നന്നായിട്ട് കണ്ട് മത്സരത്തിൽ പങ്കെടുക്കാം. 11-ാം തീയതി വിജയികളെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പങ്കെടുത്ത് പവർ കാണിക്കാൻ കൂടി ശ്രദ്ധിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1500 ലൈക്കാണ്. എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ടെക്സ് ആൻഡ് ക്വിസ് എന്ന് ടൈപ്പ് ചെയ്ത് റെഡ് ഹാർട്ടോട് കൂടിയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ അറിയിക്കുകയാണ്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ ഒരു ചോദ്യം പാർട്ട് 1 വീഡിയോയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ UNEP ആണ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായിട്ടുള്ള വിളക്ക് ഏത്? ഉത്തരം LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം ഏത്? ഉത്തരം നിശബ്ദ വസന്തം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത്? ഉത്തരം നെയ്യാർ. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? ഉത്തരം വേപ്പ്. താപം, പ്രകാശം, ജലം, മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേര് എപ്രകാരമാണ്? ഉത്തരം അജീവീയ ഘടകങ്ങൾ. കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏത്? ഉത്തരം കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? ഉത്തരം 1986. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊൽക്കത്തയിൽ. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എറണാകുളം ജില്ലയിലെ തട്ടേക്കാട്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പയറുവർഗ ചെടിയുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏത്? ഉത്തരം റൈസോബിയം ബാക്ടീരിയ. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഡോക്ടർ സാലിം അലിയുടെ.
കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ഇന്ദുചൂടൻ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ഉത്തരം ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏത്? ഉത്തരം വരയാട്. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത്? ഉത്തരം ബാണാസുര സാഗർ ഡാം. മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ല. കാഷ്യ ഫിസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം കണിക്കൊന്നയുടെ. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പുമായി സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടിയുടെ പേര് എന്ത്? ഉത്തരം എൻ്റെ മരം. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ സാലിം അലി. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. കേരളത്തിൽ കണ്ടൽ കാടുകൾ ഏറ്റവും കുറവുള്ള ജില്ല ഏത്? ഉത്തരം കൊല്ലം. നീല പതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബീച്ചുകളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വീഡിയോയിലെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ ശരിയായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1000 ലൈക്കാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ക്വാളിറ്റിയുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കാം. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ കാണാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.